ഇനി കാണാം ഇൻഫോടോക്ക്. പടി കയറുമ്പോൾ നെഞ്ചിൽ ഒരു പിടുത്തമോ തലചുറ്റലോ അമിത ക്ഷീണമോ ഉണ്ടാകുന്നത് ഹൃദയ സംബന്ധമായ ആരോഗ്യത്തെക്കുറിച്ച് ശരീരം നൽകുന്ന മുന്നറിയിപ്പാകാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ട് കാണാം. പടികൾ കയറുക പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരാം. അതുകൊണ്ട് തന്നെ ഹൃദയവും ശ്വാസകോശവും കൂടുതൽ പ്രവർത്തിക്കേണ്ടതായി വരും. എന്നാൽ ഹൃദയത്തിന് രക്തം ശരിയായി പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായാൽ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരും. അതാണ് ശ്വാസമുട്ടലായി അനുഭവപ്പെടുന്നത്. ഹൃദയത്തിലേക്കുള്ള ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതോടെ അവ ചുരുങ്ങുകയും ഹൃദയത്തിലേക്ക് ആവശ്യമായ രക്തം എത്താത്ത സാഹചര്യം ഉണ്ടാവുകയും വരുന്നു. ഇതുമൂലം ശാരീരിക പ്രവർത്തനങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന എന്നിവ ഉണ്ടാകാം. ഹൃദയം ശരിയായി രക്തം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഹൃദയസ്തംഭനം അഥവാ ഹാർട്ട് ഫെയിലിയർ. പടികൾ കയറുമ്പോൾ ശ്വാസം മുട്ടൽ, കാലുകളിൽ വീക്കം, രാത്രി കിടക്കുമ്പോൾ ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. സമ്മർദ്ദത്തെ തുടർന്ന് ഹൃദയമിടിപ്പ് കൂടുകയോ ക്രമരഹിതമോ ആകുമ്പോൾ ശരീരത്തിൽ രക്തയോട്ടം കുറയാം. ഇതും ശ്വാസതടസ്സത്തിലേക്ക് നയിക്കാം. ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ചില ജീവിതശൈലി മാറ്റങ്ങൾ ആവശ്യമാണ്. ഹൃദയം കാക്കാൻ ദിവസവും 30 മിനിറ്റ് നടക്കാം. രക്തസമ്മർദ്ദം, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ സഹായിക്കും.